ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാളയൊക്കെ വഴറ്റിയിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇത് സവാള വഴറ്റാതെ തന്നെ നമുക്ക് സവാള ചേർത്തിട്ട് എങ്ങനെയാണ് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് മസാല പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്തുന്നത്. ഇനി എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ അളവ് കുറക്കാം കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു കളർ കിട്ടും, എരിവ് അത്ര തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ടിത് കൈ വെച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻക്കൊക്കെ മസാല പിടിക്കണ വരെയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാന്, ഇത് തയ്യാറാക്കാനുള്ള ഒരു പാന് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് നെടുകെ കീറിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ചേർത്തി കൊടുക്കാം. അതിട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ ഉണ്ടല്ലോ, മസാല പുരട്ടിയത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാല പുരട്ടി വെക്കാതെ നമുക്ക് ചിക്കൻ ഇട്ടിട്ട് പിന്നീട് മസാലപ്പൊടികൾ ഈ സമയത്ത് ചേർത്തി കൊടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. പക്ഷേ മസാല പുരട്ടിയിട്ട് ചിക്കൻ ചേർത്തുമ്പോൾ നമുക്ക് ഇളക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ചേർത്തണ്ട കേട്ടോ, ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങും. ഇനി വെള്ളം കുറവാണെങ്കിൽ മാത്രം കുറച്ച് ചേർത്തി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്തിയിട്ടില്ല. അപ്പോൾ അതൊന്ന് തുറന്നിട്ടുണ്ട് കുറച്ച് സമയത്ത് ശേഷം. അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ രണ്ടാമതും അടിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കൻ പകുതി വേവലായിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് സമയത്ത് ശേഷം ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ, അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം, ശ്രദ്ധിക്കണേ. അങ്ങനെ ഇതാ ഒന്നും പാടെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കണം അതുപോലെ തന്നെ ആ സവാളക്കയിൽ നല്ലവണ്ണം തന്നെ വഴന്ന് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇതിൽ കടന്നിട്ട് നല്ലവണ്ണം തന്നെ ആ വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റ് പോലെ ആയി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എരിവുള്ള മുളക് പൊടി എടുക്കണേ വെച്ചെങ്കിൽ കുറക്കാം കേട്ടോ കുരുമുളക് പൊടിൻ്റെ അളവ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണും പാടെ വെളിച്ചെണ്ണയും പാടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ചേർത്തതാണ്. ഇപ്പം ലാസ്റ്റ് ഒന്ന് ചേർത്തുമ്പോൾ ഒന്നും പാടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കിയിട്ടിട്ട് ഒന്ന് അടിച്ച് വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റും പാടെ ഇതൊന്ന് അടിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്ത് ശേഷം തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നല്ലവണ്ണം തന്നെ വഴന്ന് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ സവാള ആദ്യം എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഈ രീതിയിൽ തയ്യാറാക്കിയ നല്ല ചിക്കൻ റോസ്റ്റ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.